Hello everyone. Today my team TriaCam is going to be talking about a topic that is talked by everyone, seen by everyone, yet it goes unnoticed as if it's living under some shadow, invisible and unrecognized. Disabilities. What's the first thing that comes to your mind when I say the word disabilities? It might be crutches, wheelchairs, etc. But what didn't come to your mind is mental disabilities, which is a huge concern. Nowadays, in our world, people believe in seeing is believing, and hence, when we look at a person and that person looks completely fine, we just assume that person is fine. This is happening because of the lack of empathy, which has molded our perspective of observing people with mental disabilities. As we all know that our world is developing rapidly, exceeding all the limits of the unthinkable. That's why as students we would like to give our contribution towards this rapid development, and our implementation will be explained by my teammate Malavika. ഹലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസോ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെൻറ്റ് ചെയ്യാനോ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ഒരു ലവ് ടൂണോ കാണും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ പ്രോബ്ലംസോ നിങ്ങൾക്ക് തോട്ട്സോ നിങ്ങൾക്ക് ജസ്റ്റ് വെൻറ്റ് ചെയ്യാനോ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ആയിരക്കണക്കിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ സംസാരിക്കുന്നത് AI ബോട്ട്സിനോടല്ലായിരിക്കും. നിങ്ങൾ സംസാരിക്കുന്നത് റിയൽ ലൈഫ് ഹ്യൂമൻസ്, അത് നല്ല സർട്ടിഫൈഡും ക്വാളിഫൈഡും ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനോടും ഡോക്ടേഴ്സിനും നമ്മൾ കാണുന്നതാണ്. ഒരുപാട് പേർക്ക് അവരുടെ പ്രോബ്ലംസും അവരുടെ തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്. അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ എന്നൊരു പേടി കാരണമാണ് ഒരുപാട് ആൾക്കാർ അവരുടെ പ്രോബ്ലംസ് ഒന്നും ഷെയർ ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീൽ തോന്നത്തില്ല. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഫ്രണ്ടിനോടായിരിക്കും. നിങ്ങൾ ഒരു സംസാരിക്കുക ഫീലിംഗ് ലൈക്ക് യു ആർ ടോക്കിംഗ് ടു എ ഫ്രണ്ട്. നിങ്ങളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുക. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംസാരിക്കുന്ന ഈ ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും വിത്ത് യുവർ കൺസേൺ. നിങ്ങളുടെ കൺസേണിനോട് കൂടി തന്നെ അവർ നിങ്ങളെ ഹയർ അതോറിറ്റിയിലെത്തി നിങ്ങളുടെ മെൻ്റലി ഉള്ള നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കി തരുന്നതായിരിക്കും. താങ്ക് യു. Hi all, I'm Aditi SR, and as we have come to the end of the session, I hope you all understood what we tried to convey through our presentation and understand how the real world with mental disorders work. Thank you for your time and consideration.